വടകരയിൽ കോഴിക്കോട്ട് വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 800 കെട്ട് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മലപ്പുറം പുതുപ്പറമ്പ് സ്വദേശി ഷാജഹാൻ അറസ്റ്റിൽ. ദീപക് നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മലയമ്മ, ലഹരിയുടെ വ്യാപനവും ലഹരിയുടെ വിപണനവും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. അതിൽ ഒരു ഭാഗത്ത് പിടുത്തം തുടരുമ്പോൾ മറുഭാഗത്ത് കൊണ്ടുവരലും തുടരുകയാണ്. ഇപ്പോൾ 800 കെട്ട് പുകയില ഉൽപ്പന്നങ്ങളുമായിട്ട് പിടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതുതരം ലഹരി ഉൽപ്പന്നങ്ങളാണത്? വളരെ ഗൗരവമേറിയ കേസാണോ ഇത്? അരുൺകുമാർ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് വടകര പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. മംഗലാപുരത്ത് നിന്ന് കാർ മാർഗം മലപ്പുറത്തേക്ക് കടത്തുന്ന ലഹരിയാണ് പിടികൂടിയത്. ഇതിൽ 800 കെട്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓരോ കെട്ടിലും നിരവധിയായ പാക്കറ്റുകളുണ്ട്. എന്ന് വെച്ചാൽ കൂളിപ്പ്, ഹാൻഡ്സ് തുടങ്ങി വസ്തുക്കളാണ് ഇത്തരത്തിൽ കടത്താൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പാക്കറ്റുകളുടെ എണ്ണം ആകെ എടുക്കുകയാണെങ്കിൽ അത് 10,000-ന് മുകളിൽ വരുമെന്നുള്ളതാണ്. അത് കൂടിയ വിലയ്ക്ക് ഇവിടേക്ക് എത്തിച്ച് വിപണിയിൽ ചില്ലറ വിൽപ്പന എന്നുള്ള അർത്ഥത്തിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് 800 കെട്ട് എന്നുള്ള കണക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന്, എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പുതുപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ഷാജഹാനെതിരെ പോലീസ് അറസ്റ്റ് നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട്. റിമാൻഡിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും. നേരത്തെ തന്നെ രഹസ്യ വിവരമുണ്ടായിരുന്നു ഇയാൾ ഇത്തരത്തിൽ ലഹരി കടത്ത് നടത്തുന്നുണ്ട് എന്ന്. അത് നിരീക്ഷിച്ചു വരികയായിരുന്നു പോലീസും എക്സൈസ് സംഘവും. അങ്ങനെയാണ് ഇന്നലെ ദേശീയപാതയിൽ വെച്ച് വടകരയിൽ നിന്ന് ഇയാളെ പിടികൂടുന്നത്. KL 13H290 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള കാർ കൂടി ഈ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതിന്റെ ഉറവിടം എവിടെയാണ്, ആരാണ് ഇത്തരത്തിൽ വലിയ ക്വാണ്ടിറ്റി ഇവിടേക്ക് കേരളത്തിലേക്ക് അയക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം എത്തേണ്ടതുണ്ട്. അവരിലേക്കൊക്കെ പോലീസിനും എക്സൈസിനും എത്തിച്ചേരാൻ കഴിയുമോ, അറസ്റ്റ് നടപടികളിലേക്ക് അങ്ങനെ എത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഷാജഹാന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. താങ്ക് യു. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.